പല മൈഗ്രെയിൻ പേഷ്യൻസും ഇങ്ങനെ ചില സിംറ്റംസ് വരുന്നതായി പറയുന്നത് കേൾക്കാം. ഒന്ന്, വീക്ക്നെസ്, അമിതമായ ക്ഷീണം, തളർച്ച. രണ്ട്, ബ്രെയിൻ ഫാഗ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ്. മൈഗ്രെയിൻ അറ്റാക്ക് വരുന്ന സമയത്ത് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. എഴുതുമ്പോൾ, സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കോ നമ്പറോ മറന്നു പോവുക, അല്ലെങ്കിൽ ഉള്ളിലുണ്ട് പക്ഷെ പുറമേക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയും വരാം. മൂന്ന്, ഉറക്കത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഉറക്കം കിട്ടില്ല, അല്ലെങ്കിൽ ഉറങ്ങിയാലും ഇടയ്ക്കത് ബ്രേക്ക് ആയി പോവാം. നാല്, ശരീരത്തിന്റെ പല ഭാഗത്ത്, കഴുത്ത്, മസിൽ, ജോയിന്റ്, എല്ലുകൾക്കൊക്കെ വേദന വരിക. അഞ്ച്, പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, ഓവറായി റിയാക്ട് ചെയ്യുക, ചെറിയ കാര്യങ്ങളോട് പോലും ഒരു ഇറിറ്റേഷൻ, ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും മൈഗ്രെയിൻ പേഷ്യൻസിൽ കാണാം. ഈ ലക്ഷണങ്ങൾ മുഴുവനായി വരണമെന്നില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ സിംറ്റംസ് മാത്രമായിരിക്കും അവരിൽ ഉണ്ടാകുക. മാത്രമല്ല, ഓരോ ആളുകളിലും ഇതിന്റെ പ്രസന്റേഷനിലും വ്യത്യാസം വരാം. ഹോമിയോപ്പതിയിൽ രോഗത്തിന് മാത്രമല്ല, ആ രോഗിക്കുള്ള മറ്റു ബുദ്ധിമുട്ടുകളും പരിഗണിക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നൽകുക. സോ മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യാം എന്നതിലുപരിയായി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്ക് വേണ്ട ശരിയായ മെഡിസിൻസും മാനേജ്മെന്റും സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് മൈഗ്രെയിൻ പേഷ്യൻസ് ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് ആവശ്യമാണ് എന്ന് നിർദ്ദേശിക്കുന്നത്. മൈഗ്രെയിൻ തലവേദനയോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.